പലപ്പോഴും CPM കേരളത്തിലും കേരളത്തെക്കുറിച്ചും ഉയർത്തുന്ന ഇത്തരം വലതുപക്ഷ നരേഷനുകൾ അല്ലെങ്കിൽ സംഘപരിവാർ നരേഷനുകൾ പിന്നീട് ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ സംഘപരിവാറാണ് എന്നുള്ളത് CPM മനസ്സിലാക്കണം. CPM ഇപ്പോൾ വിതക്കുന്നത് കൊയ്യാൻ CPM അല്ല ഉള്ളത് BJP ആണ് എന്ന രാഷ്ട്രീയ ബോധം CPM കാണിക്കണം എന്നാണ്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പച്ചക്കള്ളം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കാണ് വഴിമരുന്നിട്ട് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് കുറച്ചു കാലമായി CPM തുടരുന്നൊരു രീതിയാണ്, ഒരു ലൈനാണ് വലതുപക്ഷ നരേറ്റീവുകളെ ഉയർത്തുക എന്ന് പറയുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാർ നരേറ്റീവുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. പലപ്പോഴും CPM കേരളത്തിലും കേരളത്തെക്കുറിച്ചും ഉയർത്തുന്ന ഇത്തരം വലതുപക്ഷ നരേഷനുകൾ അല്ലെങ്കിൽ സംഘപരിവാർ നരേഷനുകൾ പിന്നീട് ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ സംഘപരിവാറാണ് എന്നുള്ളത് CPM മനസ്സിലാക്കണം. CPM ഇപ്പോൾ വിതക്കുന്നത് കൊയ്യാൻ CPM അല്ല ഉള്ളത് BJP ആണ് എന്ന രാഷ്ട്രീയ ബോധം CPM കാണിക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രിയങ്ക വിജയിച്ചപ്പോൾ CPM എന്താ പറഞ്ഞത്? പ്രിയങ്കയ്ക്ക് പിന്നിൽ വർഗീയ കക്ഷികളാണ്. അതുപോലെ തന്നെ പൗരത്വ സമരം ഇവിടെ നടന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് അതിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. സ്വാഭാവികമായും പ്രധാനമന്ത്രി അത് ഏറ്റെടുത്തു. പ്രധാനമന്ത്രി ഏറ്റെടുത്തിട്ട് പറഞ്ഞു തീവ്രവാദികളുടെ നുഴഞ്ഞു കയറ്റം പൗരത്വ സമരത്തിലുണ്ട്. അതേപോലെ തന്നെ ലവ് ജിഹാദ് ഏറ്റെടുത്തത് യോഗി ആദിത്യനാഥാണ്. അതേപോലെ മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് ഡൽഹിയിൽ പോയി ദേശീയ പത്രത്തിന് ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ മലപ്പുറത്തെ പരാമർശിച്ചു എന്ന് മാത്രമല്ല അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നുകൂടി പറഞ്ഞു. ആ ആക്ഷേപത്തിൽ നിന്ന് ഇനിയും മുഖ്യമന്ത്രി മാപ്പ് പറയുകയോ മലപ്പുറത്തോട് അതിൻ്റെ ക്ലാരിറ്റി വരുത്തുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് പഹൽഗാവുമായി ബന്ധപ്പെട്ട ഗോവിന്ദൻ മാഷ പ്രസ്താവന. ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിലമ്പൂരിൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൻ്റെ പിന്നിൽ വർഗീയ കക്ഷികളാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സമാനമാകുന്നുണ്ട്. ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മറ്റൊന്ന് ഗോവിന്ദൻ മാഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും. കുറച്ച് കാലങ്ങളായി ഗോവിന്ദൻ മാഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് സമാനമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് CPM ഉയർത്തുന്ന നരേറ്റീവുകൾ എന്തുകൊണ്ട് സംഘപരിവാറിന് സുഗമമായി ഏറ്റെടുക്കാൻ കഴിയുന്നുവെന്ന് CPIM ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം ഹെയ്റ്റ് സ്പീച്ചിനെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ കൂടി റിസൾട്ടാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. അത് ഇന്ത്യയിലെ കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രബുദ്ധതയിലേക്കുള്ള സൂചനയാണ്. CPIMനേക്കാൾ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സാഹോദര്യവും സൗഹൃദവും തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെ ഈ രാജ്യത്തെ ജനത പ്രബുദ്ധത കാണിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ഇലക്ഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീച്ച് നടത്തിയ അവിടെ എല്ലാം BJP തോൽക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് ഏതാണ്ട് പ്രഭാഷണം നടത്തിയ എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ പാർട്ടി ലീഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല പിന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് പഴയതുപോലെയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ശേഷിയും രാഷ്ട്രീയ ബോധവും ഈ രാജ്യത്തെ കേരളത്തിലെ സമൂഹത്തിനുണ്ട് എന്ന് ഇനിയെങ്കിലും CPIM മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.